എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജയകുമാർ ജി. ഇന്ന് ഒരു ചെറിയ വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർ മുൻപാകെ അദ്ദേഹത്തിൻ്റെ കീഴിൽ താമസിക്കുന്ന ഒരു പ്രജ സമർപ്പിക്കുകയാണ്. പ്രശ്നം വേറൊന്നുമല്ല. ജൂൺ മാസത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം ഞാൻ താമസിക്കുന്നത് മണിപ്പുഴ KSEB ഡിവിഷൻ്റെ അണ്ടറിൽ ഉള്ള പെരിങ്ങര പഞ്ചായത്തിൽപ്പെട്ട ഭവനത്തിലാണ്. ഇവിടെ സ്ഥിരമായി കറണ്ട് പോവുക. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ബാലെ കൂടുതലായിട്ട് ക്ഷേത്രങ്ങളിൽ നടത്തുമായിരുന്നു. അപ്പോൾ അവിടെ സ്പോട്ട് ലൈറ്റ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. പച്ച, മഞ്ഞ, നീല, ഈ വക വെളിച്ചങ്ങളുടെയൊക്കെ ഒരു പ്രകടനമായിരിക്കും. അത് കാണാൻ നല്ല രസമാണ് നേരം. എന്ന് പറഞ്ഞാൽ ലൈറ്റ് വരുന്നു, പെട്ടെന്ന് തന്നെ പോകുന്നു, പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു, പെട്ടെന്ന് വരുന്നു, പോകുന്നു. ഈ കലാപരിപാടി തന്നെയാണ് നടക്കുന്നത്. അപ്പം ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു കേരളത്തിൽ, CPM ആയിരുന്നു ഭരിച്ചത്. ആ സമയത്ത് ഞാൻ KSEBയിൽ ഒരു പരാതി അയച്ചു. എൻ്റെ പേരിൽ ആ പരാതി ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളൂ: വൈദ്യുതി കുറവാണെങ്കിൽ അടിക്കടി നിങ്ങൾ കളയാതെ ഒരു സമയക്രമം വച്ച് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ വൈദ്യുതി കളഞ്ഞോളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ അത് സേഫായിട്ടിരിക്കും, അല്ലെങ്കിൽ ഇത് കേടായിപ്പോവും. അതിന് അന്നിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരിക്കണം മറുപടിയും വന്നു. ഇനി അങ്ങനെ ഉണ്ടാവാതെ ട്രാൻസ്ഫോമറിൻ്റെ വിഷയമാണ്, ഇത് ഞങ്ങൾ പരിഹരിക്കും എത്രയും വേഗം എന്ന് പറഞ്ഞു. അതിനുശേഷം 2 മാസം ആവശ്യമില്ലാതെ കറണ്ട് പോവുകയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, കെയർ ടേക്കർ ഗവൺമെൻറ്റാണ് വരുന്നത്. ആ ഗവൺമെൻറ്റിന് ചട്ടപ്രകാരമുള്ള നടപടികളൊന്നും എടുക്കാനൊക്കുകയില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അവരായി പിന്നെ പ്രഭുക്കന്മാർ. അതിനുശേഷം ബഹുമാനപ്പെട്ട സതീശൻ സർക്കാർ അധികാരത്തിൽ കയറി. അദ്ദേഹത്തിൻ്റെ കീഴിലും സ്ഥിതി അതുപോലെ തന്നെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളും ഇല്ല ഉദ്യോഗസ്ഥർക്ക്. അവരാണ് രാജാക്കന്മാർ. അവർക്ക് തോന്നുന്നത് ചെയ്യുക, തോന്നുന്ന രീതിക്ക് കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെയാണ് പോകുന്നത്. ഒരു മന്ത്രിയൊന്നും പറയുകയില്ല, അല്ലെങ്കിൽ ഒരു മന്ത്രിയൊന്നും ഇത് അന്വേഷിക്കുകയില്ല. അവർക്ക് അതിനൊന്നും സമയമില്ല. ഇനി അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളോട് പറയാം. ജനാധിപത്യത്തിനകത്ത് വലിയ ഒരു പോരാളിക. ഇതിനകത്ത് രാഷ്ട്രീയ ഭേദം ഇല്ലാതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആരുമല്ല ഈ കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നത്. പാർട്ടികൾക്കകത്തുനിന്ന് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്നു. ചിലർ പറയുന്നത് ഈ അങ്ങനെ MLA യോ MP ഒക്കെ ആണ്, അതിന് പണം കൊടുക്കണം. കുറേയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് സത്യമാണെന്നുള്ളത്. അപ്പം നിൽക്കുന്നു. കുറേ ആളുകൾ പോയി മണ്ടന്മാരുടെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്ത് ഈ ആളിന് കഴിവുണ്ടോ എന്ന് നോക്കിയല്ല. ചിലർ നോക്കുന്നത് എന്താ, നമ്മുടെ ജാതിയാണോ? വേറെ പാർട്ടികൾ ചോദിക്കും, നമ്മുടെ സഭക്കാരനാണോ ഇദ്ദേഹം, അല്ലെ നമ്മുടെ കരയോഗത്തിൽപ്പെട്ട ആളാണോ, SNDP-കാരനാണോ? ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. KPMS-കാരനാണോ? ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. നമ്മൾ ചോദിക്കേണ്ടത്, ഈ ആൾ നിന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുന്ന രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിക്കും. അത് ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് ചോദിക്കുകയില്ല. അങ്ങനെ ചോദിക്കാത്ത ഒരാളിനെ ജയിപ്പിക്കാൻ പാടില്ല. നമുക്ക് ജനസമ്മതനായിരിക്കണം ആൾ. ആ ആളിനെ വേണം ജയിപ്പിക്കാൻ. പിന്നെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്നാണെങ്കിൽ എനിക്കൊരു ചെറിയ ഒരു പെട്ടിക്കട തുടങ്ങണപ്പോൾ ഒരു 1000 രൂപ എനിക്ക് മുതൽ മുടക്കാൻ വേണം. എങ്കിലേ ഒരു മുറുക്കാൻ കട പോലും ഇന്ന് തുടങ്ങാൻ ഒക്കൂ. രാഷ്ട്രീയത്തിനകത്തെ കാര്യം പറയാം. ഇതിൽ പ്രവർത്തിച്ച MLA-യും മന്ത്രിയും ഒക്കെ ആകുന്നവർക്ക് 1 രൂപ പോലും മുടക്കില്ല. അതിൻ്റെ ആ 1 രൂപ പോലും മുടക്കില്ലാതെ ലക്ഷങ്ങൾ തിരിച്ചിങ്ങോട്ട് കൊയ്തെടുക്കാൻ പറ്റിയ ഒരു വ്യവസായമാണിത്. അതുകൊണ്ടാണ് ഈ കാൻഡിഡേറ്റുകൾ ഇത്രയും കിടന്ന് തള്ളുന്നത് കൂടുതലും. കോൺഗ്രസിനകത്ത് തന്നെ നിങ്ങൾ കണ്ടു കാണും, ഒരു കാൻഡിഡേറ്റിനെ പുറകെ 3 പേരോടെ കൊണ്ട പേപ്പർ കൊടുക്കും.
ചോദിച്ചാൽ എന്താ പറയും, അവൻ്റെ തള്ളിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ, അതല്ല. എന്നിട്ട് പിന്നെ അവരുമായിട്ട് രാത്രി രമ്യത ചർച്ചയൊക്കെ നടത്തി ഇവരെല്ലാം പിൻവലിക്കും ഓരോ പദവികൾ കൊടുത്ത്. അപ്പോൾ പെട്ടെന്ന് ജോലി കയറാനും പെട്ടെന്ന് ഒരു വരുമാനം കണ്ടെത്താനുമുള്ള മേഖലയിലായിട്ടാണ് ഈ കുറേ ആൾക്കാർ ഇതിനകത്തേക്ക് വരുന്നത്. ഇങ്ങനെയുള്ളവരെ തടയിട്ട് നിർത്തേണ്ട ഉത്തരവാദിത്വം ജനകീയ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളാണ് ഇതിനെ തടയിടുന്നത്. അങ്ങനൊരു സംവിധാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ കയറി വരുന്നത്. ഇനി ഞാനിവിടെ പറഞ്ഞ കാര്യം പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിൽ ഈ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തു. ഈ ഇലക്ട്രിസിറ്റി കുറവുണ്ടെന്ന് പറഞ്ഞു, അതും നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ കുറവുണ്ടെങ്കിൽ ചിട്ടയായി ഒരു സമയക്രമം ഇതിനെ പാലിച്ച് ഈ വൈദ്യുതി ഇല്ലാതാക്കി വൈദ്യുതി ലാഭപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് നോക്കുന്നതിനോട് നമുക്കും അനുകൂലമാണ്. അല്ലാതെ ഡാൻസ് കളിക്കുന്ന സ്ഥലത്തെ പോലെ പോകുന്നു വരുന്നു ആ പരിപാടി എന്തിനാണ് ചെയ്യുന്നത്? അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഐറ്റങ്ങളെല്ലാം കേടാകുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, ഒരു മന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ കറണ്ട് വന്നു കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറയാം, ബഹുമാനപ്പെട്ട മന്ത്രി, അറിയാൻ വയ്യാത്ത കാര്യം പറയുമ്പം ഒന്ന് ചിന്തിക്കണം. എന്താണ് പോസ്റ്റ് ഓപ്പറേഷന് ശേഷമുള്ള ചില കാര്യങ്ങൾ, എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല, ഞാനൊരു മെഡിക്കോ അല്ല. ചില കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. ചുമ്മാ കൊണ്ട് ഒരാളെ കൊണ്ടുവന്നു ഇവനെ കീറിക്കൂ, അങ്ങനെ പറ്റത്തില്ല കീറാൻ. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റുകൾ കൊണ്ടുവന്ന് ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കണം. ഇതെന്തുകൊണ്ട് അറിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ, വലിയ ആളുകളെല്ലാം അസുഖം വന്നു കഴിഞ്ഞാൽ അവർ പോകുന്നത് വലിയ വലിയ ഹോസ്പിറ്റലുകൾ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉണ്ട്, അവിടോട്ടങ്ങ് പോകും. പിന്നെ ആരായി പ്രാഥമിക കേന്ദ്രങ്ങളെ മറ്റുമൊക്കെ ആശ്രയിക്കുന്നത്? ഒരു വരുമാനമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതെന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഒരുപറ്റം ജനങ്ങളാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് കളഞ്ഞോളൂ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അതിനൊരു സമയക്രമം കൊണ്ടുവന്നിട്ട് അത് നടപ്പാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ട്രാൻസ്ഫോമറിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞ് തടി തപ്പാനുള്ള അവസരം കൊടുക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് മേലാവിലുള്ള ജോലിക്കാരുണ്ടെങ്കിൽ അവർ വന്ന് യഥാർത്ഥത്തിൽ ഈ ട്രാൻസ്ഫോമർ കേടാണോ അതോ ഇത് പ്രവർത്തനക്ഷമമല്ലയോ ഇതൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ട നടപടി കൈക്കൊള്ളണം. അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഇത് കേടാണ് അത് കേടാണ്. അതുപോലെ നല്ല രസം, ഒരു ദിവസം ഞാൻ പോയി ഒരു ട്രാൻസ്ഫോമർ നന്നാക്കുന്നിടത്ത്, രണ്ടുപേര് ചാരി നിന്ന് വർത്തമാനം പറയുന്നു. ഒരാൾ പോസ്റ്റിൻ്റെ മേളിലിരിപ്പുണ്ട്, ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. ട്രാൻസ്ഫോമറിന് പ്രശ്നമാണെങ്കിൽ ഈ പോസ്റ്റിൽ എന്താ കുഴപ്പം? എനിക്കതാ മനസ്സിലാകാതെ. ട്രാൻസ്ഫോമറിന് പ്രശ്നമാണെങ്കിൽ ട്രാൻസ്ഫോമർ അഴിച്ചു മാറ്റി അതിന് വേണ്ട അറ്റകുറ്റപ്പണി ചെയ്ത് തിരിച്ചത് കയറ്റണം. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സമയം കൊല്ലുക, പോകുക, ശമ്പളം വാങ്ങിക്കുക, ഈ ഒരു പരിപാടി മാത്രമാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് കൈ തൊഴുതും എൻ്റെ തല കുനിച്ച് ഞാൻ പറയുക, ദയവായി ഈ ജനങ്ങളെ അല്ലെങ്കിൽ അങ്ങ് പറയുന്ന വോട്ടേഴ്സിനെ കൊല്ലാക്കൊല്ല ചെയ്യരുത്, ഇങ്ങനെ കളിപ്പിക്കരുത് അവരെ. എന്തിനാണ് നമ്മളൊരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് അങ്ങക്ക് നല്ലപോലെ അറിയാം, എന്നെക്കാട്ടി കൂടുതൽ അറിയാം. ജനാധിപത്യ വ്യവസ്ഥിതി ഭംഗിയായിട്ട് നടന്നെങ്കിലേ ഒരു ഗവൺമെൻറ് ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും കൂടെ കയറി ഗവൺമെൻറ് ഇടപെടാനൊക്കെ ഇല്ല. അതിനാണ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരാളെ കണ്ണെന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെ, കുടുംബത്തിലെ പ്രധാന വ്യക്തി എന്നുള്ള നിലയിൽ എല്ലായിടത്തും പോകുന്ന പോലെ ഈ കണ്ണുകൾ എല്ലായിടത്തും പോകണം. ഇതിനകത്ത് കുഴപ്പമുണ്ടാക്കുന്നവരെ അകറ്റി നിർത്തണം, ആട്ടി ഓടിക്കണം അവരെ. അതിനുള്ള ചങ്കറപ്പ് ദയവായിട്ട് കാണിക്കണം. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ ജനതാ പാർട്ടിക്കാരനോ ഒന്നുമല്ല. വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞിരുന്ന ഒരു വൈദ്യുത മന്ത്രി നമുക്കുണ്ടായിരുന്നു, മണിയാശാൻ. ഒരു കാര്യം നമ്മൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കേൾക്കും. അദ്ദേഹത്തിൻ്റെ ആ ബ്യൂട്ടി അതായിരുന്നു. അല്ലാതെ
ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യത്തില്ല. ഇത് തോന്നിവാസം എന്ന് പറഞ്ഞാൽ ആരുമില്ല ചോദിക്കാനും പറയാനും ഇല്ലാത്ത പറമ്പും, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പാർട്ടി, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത വീട്, ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകത്തേ ഉള്ളൂ. ദയവായി ജനങ്ങളുടെ ക്ഷമ ഇങ്ങനെ പരീക്ഷിക്കരുത്. വളരെ പരിതാപകരമായ കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് അങ്ങൊരു നടപടി എടുക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി മുന്നോട്ട് വരുന്ന ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടുകയാണെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വീഡിയോ ഇടും. താങ്ക് യു. നമസ്കാരം.